നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ പരിഗണനയൊന്നും നിങ്ങൾ എന്നോട് കാണിക്കാത്ത എന്താ? ഇനി മുതല് എല്ലാ പരിഗണനയും ഞങ്ങൾ നിന്നോട് കാണിക്കും. അത് ഞാൻ നോക്കട്ടെ. ഇത്തരം പരിഗണനകൾ ഉണ്ടോന്ന് പരിശോധിക്കാനാ. നിങ്ങൾ ആദ്യം പോയി എനിക്കൊരു കോഫി ഇട്ടുണ്ടോ? മീനാക്ഷി, വേഗം പോയി കൊണ്ടുവാ. ഞാൻ തന്നെ നിനക്ക് കോഫി കൊണ്ടുവരണോ? അതും ഈ പരുവത്തില് വേണം. ഈ വീഡിയോ എന്റെ കയ്യിലിരിക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചേ പറ്റും. ചെല്ല്. ഞാൻ തന്നെ എനിക്ക് പണി മേടിച്ചു വെച്ചു. അമ്മേ, അമ്മയ്ക്ക് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഒരു കാഴ്ച ഞാൻ കാണിച്ചുതരാം. അങ്ങനൊരു കാഴ്ച ഈ ആയുസ്സിൽ കാണാൻ പറ്റുമോ മോളെ? ഇത് പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയാ. എഴുന്നേൽക്ക്, വാ കാണിച്ചുതരാം. വാ അമ്മേ, വന്നേ, വാ. അമ്മേ, വാ അമ്മേ, വേഗം വാ. എന്തുവാ? ദേ, നോക്ക് നോക്ക്. സീന ആരംഭിക്കുന്നേ ഉള്ളൂ. മോളെ, ഇതാ മോളെ കോഫി. വെയിറ്റ്, ഞാൻ വാങ്ങിക്കാം. ഇവള് മഹാരാജ്ഞി, ഞാൻ പ്രജ. എന്നെ ഇവളെടുത്തിട്ട് അലക്കുക. അതിനൊക്കെ ഞാൻ ഇവൾക്കിട്ട് കൊടുക്കും. കൊണ്ടുവരൂ. ഇതിന് മധുരവും ഇല്ല, ടേസ്റ്റും ഇല്ല. നിങ്ങൾക്കൊരു കോഫി ഉണ്ടാക്കാൻ പോലും അറിയത്തില്ല എന്ന് വെച്ചാ മഹാ കഷ്ടമാ. നിങ്ങൾ എന്തൊരു ജന്മമാ. അങ്ങനെ വേണം. എന്റെ അമ്മാവനായ നല്ല മനുഷ്യൻ എങ്ങനെ നിങ്ങളെ സഹിക്കുന്നു? ശവത്തേലിരിക്കുന്ന ഈച്ചയും എന്തിനാ മോളെ കുത്തുന്നത്? അല്ല, നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി ഈ എക്സാമ്പിൾസ്? നിങ്ങൾ വളരെ ചീപ്പാട്ടോ. വൾഗർ ലാംഗ്വേജ്. കൊടുക്കുന്നുണ്ട്, വയറ് നിറച്ചു കൊടുക്കുന്നുണ്ട്. കൊടുക്കട്ടെ, ഇവക്ക് ഇത് തന്നെ വേണം. നിങ്ങളെ കുറച്ച് മാനേഴ്സ് ഒക്കെ പഠിക്കണം. ഞാൻ നിങ്ങളെന്തൊക്കെ പഠിപ്പിക്കാം. എന്തായാലും ഇങ്ങനെ നിങ്ങളെ വിട്ടാ ശരിയാവില്ല. നിന്നെ ഇങ്ങനെ വിട്ടാലേ അത് ശരിയാവില്ല. അത് ക്രമേണ ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. അല്ല, നിങ്ങളെന്തെങ്കിലും നോക്കി നിൽക്കുന്നേ? സ്വസ്ഥായിട്ട് ഇരിക്കാൻ പോലും സമ്മതിക്കില്ലേ? അയ്യോ, ഒരു കാര്യം കൂടി പറയാൻ നിന്നതാ മോളെ. എന്തു കാര്യം? അല്ല, ആ വീഡിയോ ഇല്ലേ, അതങ്ങ് ഡിലീറ്റ് ചെയ്തൂടെ മോളെ? അതോ, ആ വേല അങ്ങ് മനസ്സിലിരിക്കട്ടെ. ആ വീഡിയോ എന്റെ ഫോണിൽ തന്നെ കിടക്കണം. നിങ്ങളെ എപ്പ വേണമെങ്കിലും എനിക്ക് അകത്താക്കാനുള്ള ഒരു എവിഡൻസ് അത്. അയ്യോ, അത് ഞാൻ കളയില്ല. നിങ്ങളെ ഉടായ്പിന്റെ ആശാട്ടിയ ആ തന്ത്രമൊക്കെ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. അല്ല, എന്റെ ജീവിതം കാക്ക കുത്തിയല്ലോ ഭഗവാനെ. മോശം പിടിക്കാം. അമ്മേ,
എന്താ മോളെ? ഞാൻ ACP ആയിട്ട് പുറത്തു പോയത് ആ തക്കത്തില് മണിയമ്മയുടെ വീട്ടിൽ പോവാനായിരുന്നു. അയ്യോ, അതെങ്ങനെ പോവാൻ പറ്റും? ആ, ഞാൻ പോയി. ദൈവമേ, എങ്ങനെ? ഞാൻ ACPയുടെ മുൻപില് ഒരു ഉടായ്പ നമ്പർ ഇറക്കി, അങ്ങനെ പോയി. പക്ഷെ ആ മണിയമ്മയുടെ വീട്ടില് അവൾ ഉണ്ടെന്നുള്ളത് നമ്മുടെ സംശയം മാത്രമായിരുന്നു. അവൾ അവിടെ ഇല്ല. ആ, മൈഥിലി അവിടെ ഇല്ലേ? ഇല്ല. അവർക്കൊരു മകളുണ്ട്, പക്ഷെ അത് മൈഥിലിയല്ല. പക്ഷെ അവൾ ഈ നാട്ടിൽ തന്നെ എവിടെയോ ഉണ്ട്. ആ ബാങ്കിൽ വെച്ച് ഞാൻ കണ്ടത്. അമ്മ കണ്ടെന്ന് പറയുന്നത് ആ മണിയമ്മയ്ക്കൊപ്പം ആയിരുന്നില്ലേ? അത് അവരുടെ മകള് തന്നെയാ. അവള് നമ്മളെ പറ്റിച്ച് നടക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അവളെ ഞാൻ കണ്ടുപിടിക്കും. അതിന് സംശയമൊന്നും വേണ്ട. ആ അമ്മേ, ആ മണിയമ്മ സാധനങ്ങളൊക്കെ തന്നു. ഇന്ന് രാത്രിയില് നമ്മൾ ആ ഉപകരണങ്ങൾ മാറ്റും. മ്യൂറൽ പെയിന്റിംഗ് ഉടനെ തുടങ്ങേണ്ടതല്ലേ? എനിക്ക് ആകെ ഒരു ടെൻഷൻ. മോളെ, നമ്മള് കള്ളത്തരല്ലേ ചെയ്യുന്നേ? എന്ത് കള്ളത്തരം? കള്ളത്തരം ചെയ്തത് അവരല്ലേ? അമ്മയുടെയും മുത്തശ്ശിയുടെയും തൊഴിലുപകരണങ്ങൾ കൈവശപ്പെടുത്തി വെച്ചിട്ട് അത് അവരുടേതാണെന്ന്. അതാ കള്ളത്തരം. ആധികാരത്തിന് കൊടുക്കുന്ന മറുപടിയായത്. അമ്മ സമാധാനായിട്ടിരിക്കും. ആര് കേട്ടാലും ന്യായം നമ്മുടെ ഭാഗത്താ. മീനാക്ഷിയുടെ മൊബൈലിലുള്ള ആ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ അവൾ അത് വെച്ച് എൻ്റെ മോൻ്റെ ഉദ്യോഗം തീർപ്പിക്കും. ആ മൊബൈലെടുത്ത് വീഡിയോ ഡിലീറ്റ് ചെയ്യണം. അതിനിപ്പോ എന്താ ഒരു വഴി? നോക്കാം. അവര് പുറത്തിറങ്ങി. ഈ തക്കം നോക്കി ആ മുറിയുടെ താക്കോലെടുക്കണം. എവിടെ അവര് വെച്ചിരിക്കുന്നേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.